കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മറ്റൊരു കഥ കേട്ടാലോ? കുഞ്ഞിത്തുണിയുടെ കഥയാണ് പറയുന്നത്. കേട്ടോ? അപ്പം നമുക്ക് തുടങ്ങിയാലോ? തവളയും ചുണ്ടനിലിയും ഈച്ചയും ഉറുമ്പും കൂടി നടക്കാനിറങ്ങി. അവർ ഒരു നദിക്കരയിലെത്തി. പുഴ കടക്കാൻ എന്താണ് വഴി? അവർ പരസ്പരം തിരക്കി. നമുക്ക് നീന്താം, തവള പറഞ്ഞു. ഞങ്ങൾക്കു നീന്താൻ വശമില്ലേ? മറ്റുള്ളവർ ഒരേ സ്വരത്തിൽ അറിയിച്ചു. നീന്താൻ അറിയില്ലേ? കഷ്ടം, തവള കൂട്ടുകാരെ കളിയാക്കി. എനിക്ക് ഒറ്റച്ചാട്ടത്തിന് അക്കരെ ചെല്ലാൻ കഴിയും. ഇത് പറഞ്ഞിട്ട് അവൻ പുഴയിലേക്ക് എടുത്തു ചാടി. ചുണ്ടനെലിക്കും ഈച്ചയ്ക്കും ഉറുമ്പിനും സങ്കടം വന്നു. കൂട്ടുകാരെ മറന്ന് സ്വന്തം കാര്യം നോക്കിയ തവളയോട് ദേഷ്യം തോന്നി. പുഴ കടക്കാൻ എന്താണ് ഉപായം? അവർ ആലോചിച്ചു. അവസാനം ഒരു വഴി കണ്ടുപിടിച്ചു. ചുണ്ടനെലി എവിടെയോ നിന്നോ ഒരു ചിരട്ടയും ഒരിലയും കൊണ്ടുവന്നു. ഉറുമ്പ് വായിൽ നിന്ന് ഒരു വൈക്കോൽ തുണ്ടു. അപ്പോൾ ഈച്ച നീളമുള്ള ഒരു നൂലുമായി പറന്നെത്തി. 3 പേരും കൂടി ചിരട്ടയിൽ വൈക്കോൽ കഷ്ണം കുത്തി നിർത്തി അതിൽ ഇല ചേർത്തു വച്ചു നൂല് കെട്ടി കൊച്ചുവെള്ളം തയ്യാറാക്കി കഴിഞ്ഞു. അവർ സാവധാനം വഞ്ചി പുഴയിലേക്കിറക്കി. എന്നിട്ട് അതിൽ കയറിയിരുന്നു. ഇലയും കാറ്റും തട്ടിയപ്പോൾ തോണി പതുക്കെ നീന്താൻ തുടങ്ങി. നല്ല രസം, ഈച്ച പറഞ്ഞു. അതെ അതെ, ഉറുമ്പും എലിയും തലയാട്ടി. തവള ഈ സമയം അക്കരെ എത്തിയിരുന്നു. കൂട്ടുകാരെ വീണ്ടും പരിഹസിക്കാനായി അവൻ തിരിഞ്ഞു നോക്കി. അതാ അവർ കുഞ്ഞുതോണിയിൽ വരുന്നു. അത് കണ്ട് തവള നാണിച്ചു പോയി. ഇങ്ങനെ നാണിക്കാതിരിക്കും വഞ്ചിയുണ്ടാക്കി കൂട്ടുകാർ വരുമെന്ന് തവള ചിന്തിക്കുകയേയില്ല. കൂട്ടുകാരെ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? കൂട്ടുകാരെ മറന്ന് സ്വന്തം കാര്യം നോക്കിപ്പോയി. എന്നിട്ട് കൂട്ടുകാരെന്ത് ചെയ്തു? കൂട്ടുകാരെത്ര ചെറുതാണെങ്കിലും അവരവരെ ബുദ്ധി കൊണ്ട് ഒരു വഞ്ചിത്തോണി ഉണ്ടാക്കി ചെന്നു. തവള പരിഹസിക്കാനായി തിരിഞ്ഞു നോക്കിയതാ. അപ്പൊ എന്താണ് കാണുന്നത്? തൻ്റെ കൂട്ടുകാരെ വഞ്ചിയിൽ ഇങ്ങനെ വരുന്നു.